നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 400 ഗോൾ അടിക്കുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. ഒരാൾ 950 ഗോൾ അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്, വേറൊരാൾ 900 ഗോളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയാകുമ്പോൾ പിന്നെ ഞാൻ 400 അടിച്ചിട്ട് എന്താണ്? ഇനിയൊരു 400 കൂടിയെങ്കിലും അടിച്ചാലേ ഫുട്ബോൾ ചരിത്രത്തിൽ എൻ്റെ പേര് രേഖപ്പെടുത്തുകയുള്ളൂ. പറയുന്നത് കിലിയൻ എംബാപ്പയാണ്. എംബാപ്പെ ഇപ്പോൾ ഈ പ്രായത്തിൽ തന്നെ 400 ഗോളുകൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ പറയുന്നു 400 എന്ന് പറഞ്ഞാൽ 400 ഗോളുകൾ എന്ന് പറഞ്ഞാൽ ആളുകളെ ഇമ്പ്രസ് ചെയ്യിക്കാനുള്ള ഗോളൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഫുട്ബോൾ ചരിത്രത്തിൽ എൻ്റെ സ്ഥാനം രേഖപ്പെടുത്തണമെങ്കിൽ ഇനിയും ഒരു 400 ഗോളുകളെങ്കിലും അടിക്കേണ്ടിയും വരും. ഇനിയും കൂടുതൽ അടിക്കണം. കാരണം എന്താണെന്നറിയോ? ദർ ഈസ് വൺ വിത്ത് 950+ ഗോൾസ്. ഒരാൾ 950 ഗോളിലധികം നേടി അവിടെ നിൽക്കുന്നുണ്ട്, മറ്റൊരാൾ 900 ഗോളുമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ 400 എന്നുള്ളതൊന്നും പോരാ. 400 ഈസ് നോട്ട് ഇനഫ് ടു സ്റ്റേ ഇൻ ദി സർക്കിൾ ഓഫ് പ്ലെയേഴ്സ് ഹു ഷോക്ക് പീപ്പിൾ. ജനങ്ങളെ ഞെട്ടിച്ച താരങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കാൻ 400 ഗോൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നാണ് ഇപ്പോൾ എംബാപ്പെ പറയുന്നത്. എന്തായാലും എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം 400 ഗോളുകൾ ചെറിയ പ്രായത്തിലാണ്, 26 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ 400 ഗോള് അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരങ്ങൾ എടുത്ത പെലെക്ക് ശേഷം കിലിയൻ എംബാപ്പയാണ് എന്ന കാര്യം കൂടി നോക്കണം. 537 മത്സരങ്ങളിൽ നിന്നാണ് അദ്ദേഹം 400 ഗോളുകൾ നേടിയിട്ടുള്ളത്. 400 ഗോളും 12 അസിസ്റ്റുമാണ്. 26 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ 400 ഗോളുകളിൽ ഏറിയ പങ്കും വന്നത് PSG വേണ്ടിയിട്ടാണ്. 246 ഗോളുകളാണ് PSG വേണ്ടി അടിച്ചത്. റയൽ മാഡ്രിഡിന് വേണ്ടി 62 ഗോളുകൾ അടിച്ചു. ഫ്രാൻസിന് വേണ്ടി 55 ഗോളുകളും മൊണാക്കോക്ക് വേണ്ടി 27 ഗോളുകളുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.